കഥ തുടരുന്നു. ഈ ഭാർഗവൻ എന്ന് പറയുന്ന ആളുടെ വീട് ഇതാണോടാ? ആണ് സാറേ. അവൻ ശങ്കയോടെ ഒതുങ്ങി നിന്നു. പോലീസുകാർ തടികേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി. ആരുമില്ല ഇവിടെ? ദമയന്തി വാതിൽക്ക് വന്ന് നോക്കി. ഉണ്ട് സാറേ. ദമയന്തിക്ക് ഒരു പരിഭ്രമം. എന്താ സാറേ? അത് അയാളോട് പറയാം, ഇങ്ങോട്ട് വിളിക്ക്. പോലീസുകാരൻ്റെ ശബ്ദം പരുഷമായി. ദമയന്തിക്ക് എന്തോ ദുസ്സൂചന മണത്തു. അപ്പോഴേക്കും ആരാടി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഭാർഗവൻ വാതിൽക്കൽ വന്നു. പോലീസുകാർ അയാളെ കണ്ടു. ഇങ്ങോട്ടിറങ്ങി വാടാ. എന്തിനാ സാറേ? പരിങ്ങലോടെ ഭാർഗവൻ ഇറങ്ങി വന്നു. അയാളുടെ കയ്യിൽ ഒരു സെൽഫോൺ ഇരിക്കുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു. ഒരാൾ തൻ്റെ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ അയച്ചു. അടുത്ത നിമിഷം ഭാർഗവൻ്റെ കയ്യിലിരുന്ന ഫോണിൽ പൂച്ച കരയുന്ന ശബ്ദമുയർന്നു. വിളിച്ചത് ഞാനാടാ. ഇത് നിന്റെ നമ്പർ തന്നെയാണോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്തതാ. പോലീസുകാരൻ ചിരിച്ചു. ഇതിനിടെ ചിറയിൽ പോലീസ് വന്ന് കണ്ട് സമീപവാസികൾ റോഡിൻ്റെ ഇരുത്തലക്കിൽ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരാൾ ഭാർഗവൻ്റെ തോളിൽ കൈവച്ചു. അപ്പോൾ നമുക്ക് പോകാം. എങ്ങോട്ടാ സാറേ? ഒരു നിഷ്കളങ്കനായ ബാലൻ്റെ ഭാവമായിരുന്നു അപ്പോൾ ഭാർഗവന്. ദമയന്തി തൻ്റെ ഭർത്താവിനെയും പോലീസുകാരെയും മാറി മാറി നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് നേരായിരിക്കും. എന്നാൽ ഇവനെല്ലാം അറിയാം, എന്നിട്ട് ഇല്ലെന്ന് നടിക്കുകയാ. പോലീസുകാരുടെ ഭാവം മാറുകയാണ്. സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ല സാറേ. സാരമില്ല, അറിഞ്ഞോളും. എസ് പി മാഡത്തിന് നിന്നെയൊന്ന് ഇഷ്ടമായി. വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിൻ്റെ ഒപ്പം ഇരുന്ന് വേണം പോലും മാഡത്തിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഓ, ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഭാർഗവൻ അസ്വസ്ഥതയോടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. വാടാ, പിടികിട്ടും. ഒരാൾ ബലമായി ഭാർഗവൻ്റെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി. പെട്ടെന്ന് ഭാർഗവൻ്റെ ഭാവം മാറി. സാറേ, ഇതെന്ത് മര്യാദയാ? വീട്ടിൽ കയറി വന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നു, കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് ഉത്തരവാദിയൊന്നുമല്ലല്ലോ. അയാളുടെ മുഖം മുറുകി. ആ സമയത്താണ് സഖാവ് കരുണൻ ചിറയിലൂടെ വന്നത്. കരുണനെ പോലീസുകാർക്കറിയാം. എന്താ സാറന്മാരെ, ഈ ഭാർഗവൻ്റെ പേരിൽ എന്ത് ചാർജാ ഉള്ളത്? സഖാവ് ഇടപെടേണ്ട കേസല്ലത്, നാരിപ്പോകും. ഒരാളുടെ മുന്നറിയിപ്പ്. അല്ല, സാറന്മാർ വിവരം പറഞ്ഞാൽ ഞാനിവനെ സ്റ്റേഷനിൽ ഹാജരാക്കിക്കോളാം. കരുണനിലെ സഹജീവി സ്നേഹം ഉണർന്നു. അതൊക്കെ വലിയ പൊല്ലാപ്പാകും സഖാവേ. എസ് പി മാഡത്തിന് അശ്ലീല വീഡിയോകൾ ഫോർവേഡ് ചെയ്തു കൊടുത്ത ഇവനെ വിട്ടേച്ചു പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? കരുണൻ വിളറി. ഭാർഗവൻ ഉത്കടമായി ഞെട്ടി. ഞാനോ? ഈ ഫോൺ തൻ്റേതല്ലേ? അതെ. ഇതിൽ പിന്നെ തൻ്റെ ഭാര്യ ഇത്തരം വൃത്തികേടുകൾ അയക്കുമോ? അതും ഒരു എസ് പിക്ക്? സാറേ, ഞാൻ ബാക്കി പറഞ്ഞില്ല ഭാർഗവൻ. അതിനു മുമ്പ് പോലീസുകാരൻ്റെ കൈ അയാളുടെ കരണത്ത് പതിച്ചു. ദമയന്തി നിലവിളിച്ചുകൊണ്ട് ഭാർഗവൻ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. വൃത്തികെട്ടവൻ, പിറുപിറുത്തുകൊണ്ട് ദമയന്തി വെട്ടിത്തിരിഞ്ഞു പോയി. ചിറയിലെ താമസക്കാർ അപ്പോഴേക്കും കൂടുതൽ അടുത്തെത്തി. അവർക്കിടയിലൂടെ ഭാർഗവനെ പോലീസുകാർ കൊണ്ടുപോകുന്നത് പല്ലവി കാണുന്നുണ്ടായിരുന്നു. ആ മുഖത്ത് ഒരു വിജയഹാസം തെളിഞ്ഞു. അമിച്ചക്കരി അമേരിക്കൻ ജംഗ്ഷന് അടുത്ത് കൈതപ്പൂ ആറിൻകരയിലുള്ള ഇരുനില ബംഗ്ലാവായിരുന്നു ദത്തൻ്റേത്. ആറിനോട് ചേർന്ന് കരിങ്കൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. നദിയിലേക്ക് കൽപ്പടവുകളുമുണ്ട്. അവിടെ ഒരു കുറ്റിയിൽ ചെറിയ ബോട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ബംഗ്ലാവിന് ചുറ്റും പച്ചപ്പുല്ലുകൾ പാകിയ നിരപ്പായ സ്ഥലമാണ്. അതിൽ ഇടയ്ക്കിടെ നിറയെ തേങ്ങകളുമായി തലയുയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ. ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് തായങ്കരിക്കോ കണ്ടകരിക്കോ പോകുന്നവർക്ക് ഈ വലിയ ബംഗ്ലാവും പരിസരവും നല്ല കാഴ്ച തന്നെയാണ്. സമയം 11 മണി കഴിഞ്ഞിരുന്നു. സിറ്റിംഗ് റൂമിലിരുന്ന ദത്തൻ ആരുമായോ ഉച്ചത്തിൽ ഫോണിൽ സംസാരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് ജോലിക്കാരിയെ ഉച്ചത്തിൽ ശാസിച്ചുകൊണ്ട് ചന്ദ്രിക ഇറങ്ങി വന്നു. വീറും വൃത്തിയുമില്ലാത്ത വർഗ്ഗങ്ങൾ. ഇവളുമാരെയൊക്കെ നിർത്തുന്നവരെ വേണം പറയാൻ. ഫോണിലെ സംസാരം അവസാനിപ്പിച്ച് ദത്തൻ അവളെ നോക്കി. എന്താ ചന്ദ്ര വിഷയം? ഓ, ഇനി പറഞ്ഞിട്ടെന്താ? ഈ വേലക്കാരിയേക്കാൾ ഭേദം അമ്മ തന്നെയായിരുന്നു. ഒന്നും ചെയ്യേണ്ടതുപോലെ ഇവൾ ചെയ്യത്തില്ലെന്നേ. ദത്തൻ ചിരിച്ചു. നിനക്കല്ലായിരുന്നോ അച്ഛനെയും അമ്മയോടൊന്ന് പറഞ്ഞു വിടണമെന്ന വാശി? ഓ. ചന്ദ്രിക ഒരു സെറ്റിയിലിരുന്നു. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോയില്ലേ? ചന്ദ്രിക ദീർഘമായി നിശ്വസിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ മുഖം മാറി. എന്നാലും അവൾ ആ പല്ലവി അഹങ്കാരി. അവൾക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ ധൈര്യം വന്നെന്നാണ് മനസ്സിലാകാത്തത്. ചന്ദ്രിക പല്ലു കടിച്ചു. ദത്തൻ അമർത്തി മൂളി. അവനെന്തേടി ഗൗതം? ഈ വിവരം അവനോട് പറഞ്ഞോ? എങ്ങനെ പറയാനാ? ഇന്നലെ വന്നത് പാതിരാത്രി കഴിഞ്ഞല്ലേ, അത് മൂക്കറ്റം കയറ്റി വെച്ച്. അപ്പോഴെങ്ങാനും ഇത് വല്ലതും പറഞ്ഞാൽ ആ നിമിഷം പോകത്തില്ല എവിടേക്ക്? ദത്തൻ തലയാട്ടി. എന്തായാലും അവളെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നിന്നെ അപമാനിച്ച അവളെ തന്നെ ഗൗതമിൻ്റെ ഭാര്യയായി ഞാൻ ഇവിടെ കൊണ്ടുവരും. പിന്നെ അവളുടെ അഹങ്കാരത്തിന് ചുട്ട സമ്മാനവും കൊടുക്കും. നീ നോക്കിക്കോ. തൻ്റെ ഭർത്താവ് ഒരു കാര്യം തീരുമാനിച്ചാൽ ഏതു രീതിയിലും അത് നടത്തുമെന്ന് ചന്ദ്രയ്ക്കറിയാം. അവളുടെ മുഖം തെളിഞ്ഞു. ഗൗതം എഴുന്നേറ്റില്ലേടി? തൽക്കാലം അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. അവർ കുറച്ച് സാവകാശം ചോദിച്ചുവെന്ന് മാത്രം പറഞ്ഞേക്കുക. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. പെട്ടെന്ന് സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് ഗൗതമിൻ്റെ ശബ്ദം കേട്ടു.
ദത്തനും ചന്ദ്രികയും തിരിഞ്ഞു നോക്കി. മെല്ലെ പടികൾ ഇറങ്ങി താഴേക്ക് വരുന്നു ഗൗതം. അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നലെ അവിടെ നടന്നതൊക്കെ അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ദത്തനും ചന്ദ്രികയും അത്ഭുതപ്പെട്ടു. അതെങ്ങനെ? ഒക്കെയുണ്ടെന്നേ. ഏറിയാൽ ഒരാഴ്ച. അതിനുള്ളിൽ പല്ലവി ഇങ്ങോട്ട് വന്ന് എന്നോട് പറയും വിവാഹത്തിന് സമ്മതമാണെന്ന്. അതല്ലെങ്കിൽ അവൾ ആ വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാവും. രണ്ടായാലും എനിക്ക് ഒരുപോലെ സന്തോഷം. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വന്നു നിന്ന് ഗൗതം ചിരിച്ചു. പുളിച്ച മദ്യത്തിൻ്റെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. നീ പോയൊന്ന് കുളിക്കണം മോനെ, നാറിയിട്ട് വയ്യ. ചന്ദ്രിക മുഖം വെട്ടിച്ചു. ഗൗതം അത് ശ്രദ്ധിക്കാതെ ദത്തനോട് നിർദ്ദേശിച്ചു. അച്ഛൻ ഒരു കാര്യവും ഇക്കാര്യത്തിൽ ചെയ്യണ്ട. എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കും, അതേ നടക്കൂ. കൂടുതൽ പറയാൻ നിൽക്കാതെ അവൻ മുറ്റത്തേക്കിറങ്ങി. കൈതപ്പൂവാറ്റിലൂടെ ഒരു കെട്ടുവള്ളത്തിൽ നിറയെ പച്ചത്തൊണ്ടുകൾ അടുക്കി തെക്കോട്ട് കഴുക്കോൽ ഊന്നിപ്പോകുന്ന വള്ളക്കാരനെ കണ്ടു. അവൻ പോയി ആറ്റുതീരത്തെ കൽക്കെട്ടിലിരുന്നു. പിന്നെ ഫോൺ എടുത്ത് ആർക്കോ ഒരു കോൾ വിട്ടു. അപ്പുറത്ത് ബെൽ മുഴങ്ങി. കോൾ എടുക്കപ്പെട്ടു. ഹലോ, ആരാണ്? കേട്ടത് സ്ത്രീ ശബ്ദം. തനിക്ക് നമ്പർ തെറ്റിയോ? അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഇല്ല. ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? ഇത്തവണ സ്ത്രീ ശബ്ദത്തിന് കുറച്ചുകൂടി മൂർച്ച കൂടി. അധികാരസ്വരത്തിലുള്ള ചോദ്യം. ഗൗതം കോൾ മുറിച്ചു. അവൻ്റെ മനസ്സിൽ പുത്തനാറ് കുറുകെ വള്ളം തുഴയുന്ന പല്ലവിയുടെ സുന്ദര രൂപം വന്നു നിറഞ്ഞു. 4 മണിയോടുകൂടി പല്ലവി മടങ്ങിയെത്തി. അവളുടെ കയ്യിൽ വലിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. കട അടച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അമ്മ ഇന്നിത് തുറന്നിട്ടില്ല. വല്യച്ഛനെയും വല്യമ്മയെയും സൽക്കരിച്ച് തൃപ്തിപ്പെടുത്താൻ വീട്ടിൽ തന്നെ ഇരുന്ന് കാണും. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ലെന്ന് പല്ലവിക്ക് ബോധ്യമായി. വള്ളത്തിൽ കയറി അവൾ അക്കരയെത്തി. തങ്കം കിടക്കുകയായിരുന്നു. അവൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇന്ന് തീരെ സുഖമില്ല. ഗോപിദാസും അവർക്ക് അരികിൽ വീൽചെയറിൽ ഉണ്ടായിരുന്നു. എന്തു പറ്റി അമ്മേ? അവൾ ചോദിച്ചു. ഒരു തലവേദന. അച്ഛൻ കേൾക്കാനാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്നും അസുഖം അതല്ലെന്നും പല്ലവിക്ക് ബോധ്യപ്പെട്ടു. സാരമില്ല, അമ്മ കിടന്നോ. ഇന്നിനിയൊന്നും ഉണ്ടാക്കണ്ട. ഇന്ന് പോയിടത്ത് ഒത്തിരി സാധനങ്ങൾ അധികം വന്നു. ഞാൻ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് വന്നിട്ടുണ്ട്. ബാലു വരുമ്പോൾ എടുത്ത് കഴിക്കാൻ പറയണം. അവൾ സങ്കടത്തോടെ തങ്കത്തെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു. ബാലു മോഡൽ എക്സാമിനേഷന് പോയിരിക്കുകയാണ്. വല്യച്ഛനും വല്യമ്മയും എന്തിയേ? പെട്ടെന്ന് ഓർത്തതുപോലെ പല്ലവി ഗോപിദാസിനെ നോക്കി. ദമയന്തിയുടെ വീട്ടിൽ പോയിരിക്കുക, അവളെ ആശ്വസിപ്പിക്കാൻ. ഭാർഗവൻ ഇതുവരെ മടങ്ങി വന്നില്ല പോലും. പല്ലവി മറുപടി പറഞ്ഞില്ല. ഓരോരുത്തരും കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. കുളി കഴിഞ്ഞ് പല്ലവി കട തുറക്കാനായി പോയി. വൈകിട്ട് അല്പം കച്ചവടം കിട്ടിയേക്കും. എക്സാം കഴിഞ്ഞ് ബാലു ആ വഴി വന്നപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കാര്യം അവൾ പറഞ്ഞേൽപ്പിച്ചു. കാറിൽ വന്ന ഒരു ഫാമിലി അവിടെ ഇറങ്ങി കരിക്ക് ആവശ്യപ്പെട്ടു. പല്ലവി ജോലിയിൽ മുഴുകി. അരമണിക്കൂർ കഴിഞ്ഞു. പല്ലവിയുടെ ഫോണിലേക്ക് തങ്കത്തിൻ്റെ നമ്പറിൽ നിന്ന് ബാലു വിളിച്ചു. എന്താടാ? അവൾ ചോദിച്ചു. നീ കഴിച്ചോ? ഇല്ല. നിരാശ നിറഞ്ഞ ശബ്ദം. പല്ലവിക്ക് സംശയമായി. എന്താ കഴിക്കാഞ്ഞേ? ചേച്ചി എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഫ്രൈഡ് റൈസ്, ചിക്കൻ, സലാഡ്, പിന്നെ കുറച്ച് ഐസ്ക്രീം. അതിൻ്റെ തണുപ്പ് പോയി കാണും. എങ്കിൽ ഇവിടെ കുറച്ച് ഉണക്കച്ചോറ് മാത്രം ഇരിപ്പുണ്ട്, ചിക്കൻ്റെ ഗ്രേവിയും. അവനിപ്പോൾ കരയുമെന്ന് തോന്നി പല്ലവിക്ക്. ബാക്കിയൊക്കെ ആര് തിന്നടാ? ഏതായാലും അച്ഛനും അമ്മയും അല്ല. അവൻ്റെ വാക്കുകളിൽ അമർഷം. വന്നിട്ടുണ്ടല്ലോ 2 ഭൂതങ്ങൾ, ആർത്തിപ്പണ്ടാരങ്ങൾ. എടാ പതുക്കെ, പല്ലവി സഹോദരനെ ശാസിച്ചു. വല്യച്ഛനും വല്യമ്മ കേൾക്കണ്ട. കേട്ടാലെന്താ? അവൻ കോൾ കട്ട് ചെയ്തു. താടിക്ക് കൈ കൊടുത്ത് അല്പസമയം ഇരുന്ന് പോയി പല്ലവി. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. ഇന്നിനി അത്താഴം ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിരുന്നതാണ്. നേരത്തെ കട അടച്ചേ പറ്റൂ. അപ്പോൾ സഖാവ് വാസവൻ അങ്ങോട്ട് വന്നു. നീ അറിഞ്ഞോ? എന്താ സഖാവേ? അവൾ മുഖത്ത് പ്രസന്നത വരുത്തി. ഭാർഗവനെതിരെ SP-യും വനിതാ കമ്മീഷനും കേസെടുത്തു. അയാളിപ്പോൾ റിമാൻഡിലാണ്. കണക്കായിപ്പോയി. പല്ലവി പല്ലു കടിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ഗോപിദാസിൻ്റെ വീട്ടിൽ അസ്വസ്ഥതകൾ പെരുകി. പ്രധാന കാരണങ്ങൾ വരുമാനമില്ലായ്മയും മാധവൻ്റെയും ഭാനുമതിയുടെയും ആഗമനവുമായിരുന്നു. തങ്ങളാൽ കഴിയും വിധം എന്തൊക്കെ ചെയ്തിട്ടും ഇരുവർക്കും തൃപ്തിയില്ല. തങ്കത്തിന് സുഖമില്ലെന്നറിഞ്ഞാൽ പോലും ഭാനുമതി അടുക്കളയിൽ കയറുകയോ ഒരു കാപ്പി പോലും സ്വയം ഉണ്ടാക്കുകയോ ചെയ്യില്ല. ഒരു ദിവസം ക്ഷമക്കെട്ട് പല്ലവി ഗോപിദാസിനോട് തിരക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛന് വിഷമം തോന്നരുത്. എൻ്റെ സംശയം കൊണ്ട് ചോദിക്കുന്നതാ. നിനക്ക് മുഖവരിയുടെ ആവശ്യമുണ്ടോ മോളെ? ഗോപിദാസിന് ചിരി വന്നു. അല്ല, വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും രീതി കണ്ടിട്ട് തോന്നിയ സംശയമാണ്. ആഹാരം കഴിക്കുന്ന പാത്രം പോലും വല്യമ്മ കഴുകി വയ്ക്കാറില്ല. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തൽ. വയ്യാതിരിക്കുന്ന അച്ഛനോട് പോലും സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നില്ല. അതുകൊണ്ടാ. ശരിക്കും അവരുടെ മോനാണോ അച്ഛൻ? ഒരു നിമിഷം ഗോപിദാസ് മകളെ തുറച്ചു നോക്കി. പിന്നെ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ആ ചിരിക്കുള്ളിൽ ആണ്ടിക്കിടക്കുന്ന സങ്കടത്തിൻ്റെ തിരയിളക്കം പല്ലവി തിരിച്ചറിഞ്ഞു. ഗോപിദാസിൽ നിന്നും മറുപടി ഉണ്ടായതുമില്ല. പിറ്റേന്ന് രാവിലെ തങ്കത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഉച്ചവരെ അവർ കടയിലിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിവശത. തങ്കം പല്ലവിയെ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാനൊന്ന് കിടക്കട്ടെ മോളെ. തങ്കം കട്ടിലിരുന്നു. ഇത്തിരി വല്ലതും കഴിച്ചിട്ട് കിടക്ക്, അവൾ പറഞ്ഞു നിർത്തും മുമ്പ് തങ്കം ബോധമറ്റ് വീണു.
തങ്കം എന്ന് ഗോപിദാസ് അമ്മയെന്ന് പല്ലവി നിലവിളിച്ചു. അത് കേട്ടുകൊണ്ട് മാധവനും ഭാനുമതിയും മുറിവാതിൽക്കലെത്തി. അച്ഛാ, തങ്കം ഗോപിദാസ് മാധവനെ നോക്കി വിതുമ്പി. മറുപടി പറഞ്ഞത് ഭാനുമതിയാണ്. ക്യാൻസർ രോഗമുള്ളവർക്ക് ഇതൊക്കെ സാധാരണയല്ലടാ. ഗോപിദാസ് അമ്മയെ അമ്പരപ്പിൽ നോക്കി. അമ്മ എന്താ പറഞ്ഞത്? വല്യമ്മേ, അവരെ തടയാൻ എന്ന വണ്ണം തങ്കത്തിൻ്റെ അരികിൽ നിന്ന് പല്ലവി ചാടി എഴുന്നേറ്റു. നീ പൊടി. ഭാനുമതി അവളെ അവഗണിച്ചു. ഗോപിദാസിൻ്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ നിനക്കിതുവരെ അറിയില്ലായിരുന്നോടാ നിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന്? അതോ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചതാണോ? ഗോപിദാസ് ശ്വാസം നിലച്ച അവസ്ഥയിലായി. പ്രപഞ്ചം വട്ടം കറങ്ങി കീഴ്മേൽ മറിഞ്ഞ് ആ കൊച്ചു വീട് തൻ്റെ തലയിലേക്ക് അടർന്നു പതിക്കുന്നതായി അയാൾക്ക് തോന്നി. അമ്പരപ്പിനിടയിൽ അകത്തേക്ക് വലിച്ചെടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഗോപിദാസ്. അയാളുടെ ഭാവം കണ്ട് പല്ലവിക്ക് അപകടം മനസ്സിലായി. അച്ഛാ, ഓടിച്ചെന്ന് അവൾ അയാളെ കുലുക്കി വിളിച്ചു. ഞെട്ടി ഉണർത്തുന്നത് പോലെ അയാൾ പല്ലവിയെ പകച്ചു നോക്കി. പല്ലവി വെട്ടിത്തിരിഞ്ഞു. പകയായിരുന്നു അപ്പോൾ ആ മുഖത്ത്. തൃപ്തിയായില്ലോ വല്യമ്മയ്ക്ക്? കൂർത്ത ചോദ്യത്തോടെ അവൾ അപ്പുറത്തേക്ക് പാഞ്ഞു. മടങ്ങിയെത്തിയത് ഒരു ബോട്ടിൽ മരുന്നും സിറിഞ്ചുമായാണ്. പല്ലവി തങ്കത്തിൻ്റെ കയ്യിൽ ഒരു റിബൺ മുറുക്കി കെട്ടുന്നതും പിന്നെ ബോട്ടിലിലെ മരുന്ന് സിറിഞ്ചിലേക്ക് വലിച്ചെടുത്ത് തങ്കത്തിൻ്റെ വെയിനിലേക്ക് കയറ്റുന്നതും ഗോപിദാസ് കണ്ടു. അത്യാവശ്യ ഘട്ടമുണ്ടായാൽ ഇഞ്ചക്ഷൻ നൽകുന്നത് എങ്ങനെയെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു നഴ്സ് പല്ലവിയെ പഠിപ്പിച്ചിരുന്നു. അവൾക്കൊപ്പം കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയുടെ അമ്മയായിരുന്നു ആ നേഴ്സ്. ഒരുപാട് തവണ അവൾ തങ്കത്തിന് ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. സിറിഞ്ചും മരുന്നിൻ്റെ ബോട്ടിലും മാറ്റി വെച്ചിട്ട് അവൾ തങ്കത്തിൻ്റെ കയ്യിൽ നിന്ന് റിബൺ അഴിച്ചു മാറ്റി. തങ്കത്തിൻ്റെ കൺപോളകൾ അനങ്ങി. പിന്നെ മെല്ലെ തുറന്നു. എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ ഒന്ന് പകച്ചു. എന്താടി? അവൻ മകളോട് ചോദിച്ചു. അവൾ മിണ്ടിയില്ല. തങ്കം എഴുന്നേറ്റിരുന്നു. അവരുടെ നോട്ടം ഗോപിദാസിൽ ചെന്നുടക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ടു. ഗോപിയേട്ടാ. തങ്കം ബാക്കി പറയും മുമ്പ് അയാൾ കൈ ഉയർത്തി. വേണ്ട, ഒന്നും പറയണ്ട. ഗോപിദാസിൻ്റെ ശബ്ദം ചിലമ്പി. എന്തിനാ തങ്കം എന്നിൽ നിന്നെല്ലാം ഒളിച്ചു വെച്ചത്? തങ്കത്തിന് മനസ്സിലായി തൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവരുടെ മുഖം വിളറി. ഒന്നും എന്നെ അറിയിക്കാതെ എത്ര കാലം നിങ്ങളിത് മൂടിവെച്ചു? ഗോപിദാസിൻ്റെ ചോദ്യം ഭാര്യയോടും മകളോടുമായിരുന്നു. തങ്കം വിളറി തല കുനിച്ചു. അവരുടെ ഒച്ച പതിഞ്ഞു. ഗോപിയേട്ടൻ ക്ഷമിക്കണം. വയ്യാതിരിക്കുന്ന ചേട്ടന് ഇതും കൂടി താങ്ങാനുള്ള കരുത്തുണ്ടാവില്ലെന്ന് കരുതി. തങ്കം കിതച്ചു. ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് മാധവനും ഭാനുമതിയും. അമ്മ സംസാരിക്കണ്ട, കുറച്ചു നേരം കിടക്ക്. ഞാൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പല്ലവി തങ്കത്തിനെ കട്ടിലിൽ പിടിച്ച് കിടത്തി. ഗോപിദാസിൻ്റെ മനസ്സിൽ അല്പം മുമ്പുണ്ടായിരുന്ന വെളിച്ചവും മങ്ങുകയാണ്. തൻ്റെ ജീവിതാവസാനം വരെ ഭാര്യ ഒപ്പമുണ്ടാകുമെന്ന് കരുതി. പക്ഷേ പെട്ടെന്നാണ് ഭാനുമതി പറഞ്ഞത്. ഒന്ന് ഫോൺ ചെയ്താൽ മതി. ദത്തനോ ഗൗതമോ ഓടിയെത്തും. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചിലവാക്കി ചികിത്സിപ്പിക്കും. എന്നിട്ട് ചോദിച്ചത് പല്ലവിയാണ്. പക്ഷേ നമ്മളും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. കടുംപിടുത്തങ്ങൾ മാറ്റേണ്ടി വരും. എന്നുവെച്ചാൽ എൻ്റെ മോൾ ഗൗതമത്തിന് മിഞ്ഞുകെട്ടാൻ തല കുനിച്ചു കൊടുക്കണം അല്ലേ? തല അല്പം ഉയർത്തിക്കൊണ്ട് തങ്കം തിരക്കി. അതെ എന്ന ഭാവത്തിൽ ഭാനുമതി നിന്നു. വേണ്ട മോളെ, അമ്മ മരിച്ചോട്ടെ. എന്നാലും നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ട. തങ്കം മകൾക്ക് നിർദ്ദേശം നൽകി. അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ ഭാനുമതി അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. പിന്നാലെ മാധവനും. അച്ഛാ, പല്ലവി ഗോപിദാസിൻ്റെ വീൽ ചെയറിനോട് ചേർന്ന് നിന്നു. ഞാനാ അമ്മയോട് പറഞ്ഞത് അച്ഛനൊന്നും അറിയിക്കേണ്ടെന്ന്. പൊറുക്കണേ. ഗോപിദാസ് ദുർബലമായ കൈ ഉയർത്തി മകളുടെ വിരലുകളിൽ പിടിമുറുക്കി. അതായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തീർത്തും മൂകനായിരുന്നു ഗോപിദാസ്. എപ്പോഴും കടുത്ത ചിന്ത മാത്രം. തങ്കം സാധാരണ നിലയിലായി. എങ്കിലും വീണ്ടും ഏതു നിമിഷവും മോഹാലസ്യം ഉണ്ടായേക്കാമെന്ന് പല്ലവിക്കറിയാം. ആ സംഭവത്തിന് ശേഷം അവൾ അമ്മയെ കടയിൽ വിട്ടില്ല. തങ്കം അതിൽ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയിക്കോളാം കടയിൽ. അല്ല, എപ്പോഴും തുറന്നു വച്ചിട്ട് കാര്യമില്ലല്ലോ, പല്ലവി പറഞ്ഞു. അന്ന് അവൾക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒപ്പം പോകേണ്ട ദിവസമായിരുന്നു. അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തങ്കച്ചൻ്റെ ഫോൺ വന്നു. അച്ചായ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇറങ്ങും. ഫോൺ കാതിനും തോളിനും ഇടയിൽ അമർത്തി വെച്ചുകൊണ്ട് പല്ലവി കണ്ണാടിയിൽ നോക്കി പൊട്ടുകുത്തി. അതിനല്ല മോളെ ഞാനിപ്പോൾ വിളിച്ചത്. തങ്കച്ചൻ്റെ ശബ്ദത്തിൽ ഒരു പകർച്ച. അച്ചായൻ പറ. അത് പിന്നെ തൽക്കാലം മോള് വരണ്ട. പല്ലവിയുടെ മുഖം മങ്ങി. ഇന്ന് ആൾ കൂടുതലാണോ? അതല്ല, മോളോട് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. വിഷമിക്കരുത്. മോളെ ഇനി ഞങ്ങൾക്കൊപ്പം നിർത്താൻ പറ്റില്ല. പല്ലവി സ്തബ്ധയായി. അച്ചായ, അവളുടെ സ്വരം വിറച്ചു. വല്ലപ്പോഴും കിട്ടിയിരുന്ന വരുമാനവും നിൽക്കുകയാണോ? തങ്കച്ചൻ്റെ ശബ്ദം ഫോണിൽ കേട്ടു. ഞാൻ ദത്തൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു 5 ലക്ഷം. മോളെ കൂടെ നിർത്തുകയാണെങ്കിൽ മുതലും പലിശയും റൊക്കം മടക്കി കൊടുക്കണം. ബാക്കി പല്ലവി കേട്ടില്ല. കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട പ്രതീതി. അവൾക്കെല്ലാം മനസ്സിലായി. ഗൗതത്തിൻ്റെ അച്ഛൻ പണി തുടങ്ങിയിരിക്കുന്നു. ജീവിക്കാൻ വേറെ വഴിയില്ലെന്ന് കാണുമ്പോൾ താൻ ആ കാൽക്കീഴിൽ ചെന്ന് വീഴുമെന്നായിരിക്കും.
പല്ലവി പെട്ടെന്ന് പിടഞ്ഞുണർന്നു. തനിക്ക് പ്രാണനും ആത്മബലവും ഉള്ളിടത്തോളം കാലം തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലി. അവൾ അങ്ങനെ ചിന്തിച്ച നിമിഷം വീടിന് പിറകിലെ പാടത്ത് ഒരു യന്ത്രത്തിൻ്റെ കർണകഠോരമായ ശബ്ദം കേട്ടു. അറിയാതെ നനഞ്ഞുപോയ കണ്ണുകൾ വേഗം ഒപ്പിയിട്ട് പല്ലവി ചിറയിലേക്കിറങ്ങി. അവൾ കണ്ടു, കൊയ്ത്തുമെതി മെഷീനാണ്. അതിൻ്റെ ചക്രങ്ങൾ ഉരുക്കു ബെൽറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കട്ടർ ഭാരം മുറിയപ്പെടുന്ന നെൽച്ചെടികൾ അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഒരു വശത്തു കൂടി ചതഞ്ഞ കച്ചിയും പിൻഭാഗത്തു കൂടി പതിരും പുറന്തള്ളപ്പെടുന്നു. അല്പസമയം അവൾ അത് നോക്കി നിന്നു. കൊയ്ത്തുമെതി യന്ത്രത്തിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 900-നും 1000-നും ഇടയിലാണെന്ന് പല്ലവിക്കറിയാം. അപ്പോൾ കണ്ടു, യന്ത്രം വട്ടം തിരിയുന്നു. അതിൻ്റെ ഒരു വശത്തു നിന്ന് പീരങ്കിക്കുഴൽ പോലെ ബാരൽ തറയിൽ വിരിച്ച പ്ലാസ്റ്റിക് ടാർപോളിന് നേരെയാക്കുന്നു. ശേഷം വലിയ മോട്ടോർ വെള്ളം പമ്പ് ചെയ്യുന്നത് കണക്കെ നെൽമണികൾ ആനയുടെ തുമ്പിക്കൈ വലിപ്പത്തിൽ ടാർപോളിനിടയിലേക്ക് തള്ളുന്നു. നോക്കി നിൽക്കെ അവിടെ നെൽക്കൂന രൂപപ്പെട്ടു. തൊഴിലാളികളായ കുറേ സ്ത്രീകളും പുരുഷന്മാരും അവിടേക്ക് ചെന്നു. പല്ലവിക്ക് പെട്ടെന്നൊരാശയം തോന്നി. അവൾ തിരികെ വീടിനുള്ളിൽ കയറി. തിണ്ണയിലിരുന്ന് എന്തോ ചർച്ചയിലായിരുന്നു മാധവനും ഭാനുമതിയും. നീ ഇന്ന് പോകുന്നില്ലേ മോളെ? അവൾക്ക് ചായയും എടുത്ത് കൊടുത്തുകൊണ്ട് തങ്കം തിരക്കി. അല്പം ഉച്ചത്തിലായിരുന്നു പല്ലവിയുടെ മറുപടി. ആ പണി പോയി അമ്മേ. തങ്കച്ചായൻ ഏതോ തെണ്ടിയുടെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങിയിട്ടുണ്ട്. അയാൾ പറഞ്ഞു പോലും എന്നെ പണിക്ക് കൂട്ടണ്ടാന്ന്. മാധവനും ഭാനുമതി അത് കേട്ടു കാണും എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. തങ്കത്തിന് കാര്യം പിടികിട്ടി. പല്ലവി തുടർന്നു. അങ്ങനെയൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവരൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. ചായ തിടുക്കത്തിൽ കുടിച്ചിട്ട് അവളൊരു പഴയ ചുരിദാർ ധരിച്ചു. പിന്നെ ഒരു തുവർത്തെടുത്തു മടക്കി വാൽഭാഗം പിന്നിലേക്കിട്ട് തലയിൽ കെട്ടി. നീ എവിടെ പോകുക? തങ്കം നെറ്റിച്ചുളിച്ചു. പഠിക്ക് പറഞ്ഞിട്ട് അവൾ ഗോപിദാസിൻ്റെ അടുത്ത് ചെന്നു. കൊയ്ത്തു നോക്കി ഇരിക്കുകയായിരുന്നു അയാളും. അച്ഛാ, ഞാൻ ഇന്ന് പുതിയ ജോലിക്ക് പോകുക. അവൾ ചിരിച്ചു. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. എന്തു ജോലി? ഗോപിദാസ് കൺമിഴിച്ചു. ഇവിടെ ഇരുന്നാൽ അച്ഛനെ കാണാം പറഞ്ഞിട്ട് അവൾ നേരെ പാടത്തേക്കിറങ്ങി. വരമ്പിലൂടെ നടന്നുപോയി ഗോപിദാസിൻ്റെ കണ്ണുകൾ മകളിൽ മാത്രമായി. മെഷീൻ കൊയ്തു കൂട്ടിയ നെല്ല് അപ്പോൾ തന്നെ ചാക്കുകളിൽ നിറയ്ക്കുകയായിരുന്നു സ്ത്രീകൾ. പുരുഷന്മാർ അത് ചുമന്ന് റോഡിലെത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു ക്വിൻ്റൽ നെല്ല് നിറയ്ക്കുന്നതിന് 30 രൂപ മുതൽ 35 വരെയാണ് കൂലി. ചുമന്ന് റോഡിലെത്തിക്കുന്നതിന് 120 രൂപയും. പല്ലവി വന്ന് തങ്ങൾക്കരികിൽ നിന്നപ്പോൾ സ്ത്രീകൾ ചോദ്യഭാവത്തിൽ നോക്കി. അവർക്കൊക്കെ അവളെ അറിയാം. ചേച്ചിയെ? കൂട്ടത്തിൽ പ്രായമുള്ള സ്ത്രീയോട് അവൾ തിരക്കി. ഈ പണിക്ക് എന്നെ കൂടി കൂട്ടാമോ? ആദ്യം അവർ ഒന്ന് അമ്പരന്നു. പക്ഷേ ഗോപിദാസിൻ്റെയും ആ വീടിൻ്റെയും അവസ്ഥ അവർക്കറിയാം. എങ്കിലും ചോദിച്ചു. പല്ലവിയെ, വെയിലത്ത് നിന്ന് ഈ പണി ചെയ്യാൻ നിനക്ക് പറ്റുമോടി? വാടിപ്പോകും. പല്ലവി തലയാട്ടി. തീയിൽ കുരുത്തതാ ചേച്ചി ഞാൻ. വെയിലത്ത് വാടില്ല. അല്ലെങ്കിൽ തന്നെ കുറച്ച് നിറം മങ്ങിയാൽ എന്താ? മനസ്സ് മങ്ങാതിരുന്നാൽ മതി. സ്ത്രീകൾക്ക് ആശ്ചര്യമായി. അങ്ങനെ ഉറപ്പുണ്ടായാലും നീയും കൂടിക്കോടി. നെല്ല് വാരി ചാക്കിൽ നിറയ്ക്കുന്ന പണി പല്ലവിയും തുടങ്ങി. അകലെ വീടിൻ്റെ പിറകിലെ മുറ്റത്തിരുന്ന് എല്ലാം കാണുകയായിരുന്നു ഗോപിദാസ്. തൻ്റെ ഹൃദയം മിണ്ടുകീറി ചോര ഇറ്റു വീഴുന്ന പോലെ തോന്നി അയാൾക്ക്. തനിക്ക് അപകടം സംഭവിക്കുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു പല്ലവി. അവൾ ആഗ്രഹിക്കുന്ന അത്രയും പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു അയാൾക്ക്. ഗോപിദാസ് ചിന്തയോടെ ശ്വാസം വലിച്ചു വിട്ടു. താനും തങ്കവും വീട് എന്ന വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ കെൽപ്പില്ലാതെ 2 മാടുകൾ. എല്ലാവരുടെയും ഭാരം ചുമക്കേണ്ടി വരുന്നത് പല്ലവി. അയാളുടെ മനസ്സ് പ്രക്ഷുബ്ധമായി. താൻ ജീവനോടെ ഇല്ലെങ്കിൽ പല്ലവിക്ക് അത്രയും ഭാരം കുറയും. ഇങ്ങനെ ഒരു മാംസപിണ്ഡമായി എത്ര കാലം? തൊട്ടരികിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ ഗോപിദാസ് തല തിരിച്ചു. തങ്കം. അവളെന്തിയേ മോള്? തങ്കം ചുറ്റും നോക്കി. അവിടെ നെല്ലുമായിരുന്നു. ഗോപിദാസ് പാടത്തേക്ക് കൈ ചൂണ്ടി. എൻ്റെ കുഞ്ഞ്. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു തങ്കത്തിൻ്റെ മറുപടി. വെയിലിന് ചൂട് കൂടി. പല്ലവി വിയർത്തു കുളിച്ചു. തൊണ്ട വറ്റി വരണ്ടു. മറ്റു സ്ത്രീകൾ വിശ്രമിക്കാനായി ചെറിയിലെ തെങ്ങുകൾക്ക് ചുവട്ടിലേക്ക് മാറി. അവർ വെള്ളവും ലഘുഭക്ഷണവും കരുതിയിരുന്നു. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം അവരോട് പറഞ്ഞിട്ട് പല്ലവി വീട്ടിലെത്തി. വാടിക്കരഞ്ഞത് പോലെയുള്ള ആ രൂപം കണ്ട് ഗോപിദാസും തങ്കവും സങ്കടത്തിൽ അവളെ നോക്കി. പല്ലവി പക്ഷേ ചിരിച്ചു. അടുക്കളയിൽ കയറി കപ്പ പുഴുങ്ങിയത് കുറച്ചെടുത്ത് കാന്താരി ചമ്മന്തിയിൽ മുക്കി കഴിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുടിച്ചു. ഒരു കുപ്പിയിൽ കുറേ വെള്ളവും ശേഖരിച്ച് മടങ്ങാനൊരുങ്ങി. അപ്പോൾ തങ്കം തടഞ്ഞു. വേണ്ട, പാടത്തെ പണിക്കല്ല നിന്നെ കോളേജിൽ അയച്ചു പഠിപ്പിച്ചത്. കോളേജിൽ പോയെന്ന് വെച്ച് പാടത്ത് പണി ചെയ്തുകൂടാ എന്നൊന്നുണ്ടോ അമ്മേ? പാടത്തും പറമ്പിലും ആരും പണിയെടുത്തില്ലെങ്കിൽ ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകുമോ? കോവിഡ് വന്നുകൊണ്ട് കൃഷിയുടെ ആവശ്യം ജനം തിരിച്ചറിഞ്ഞു. മിക്ക വീടുകളിലും ഇപ്പോൾ അടുക്കളത്തോട്ടമുണ്ട്. കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്ന് അരിയും പച്ചക്കറിയും വന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? തങ്കം മകളെ മിഴിച്ചു നോക്കി. അവൾ ബാക്കി പറഞ്ഞു. ഈ തിരിച്ചറിവ് ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പണിയെടുക്കാൻ ആൾ വേണം. കോളേജിൽ പോയെന്ന് വെച്ച് വൈറ്റ് കോളർ ജോലിയെ ചെയ്യൂ എന്ന് കരുതുന്നവർ ജീവിതം തുലയ്ക്കുകയാണ്. ഓരോരുത്തരും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെടണം. ഏത് ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അപ്പോഴേ ജീവിതം ജീവിതമാകൂ. തങ്കം അമ്പരന്ന് നിൽക്കുമ്പോൾ അവരുടെ താടിക്കൊന്ന് നുള്ളി പല്ലവി.
അതുകൊണ്ട് എൻ്റെ തങ്കക്കുട്ടി സമാധാനത്തോടെ അച്ഛനെയും നോക്കി ഇവിടെ ഇരിക്കെ പറഞ്ഞിട്ട് പല്ലവി മടങ്ങി. വെയിൽ മാഞ്ഞു തുടങ്ങിയിരുന്നു. പല്ലവി പാടത്തുനിന്നും മടങ്ങിയെത്തിയപ്പോൾ ആദ്യമായി ചെയ്യുന്ന പണിയായത് കാരണം അവൾക്ക് ശരീരമാകെ ഇടിച്ചു നുറുങ്ങിയതുപോലെയുള്ള വേദനയായിരുന്നു. വന്നപാടെ അവൾ കുളിച്ച് വേഷം മാറി. തൻ്റെ ബുദ്ധിമുട്ട് അവൾ ആരുടെ മുന്നിലും പ്രകടിപ്പിച്ചില്ല. അവൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതി ഗോപിദാസോ തങ്കമോ ഒന്നും ചോദിച്ചുമില്ല. എങ്കിലും തിണ്ണയിലിരുന്ന് ഭാനുമതി മാധവനോട് പറഞ്ഞു, ആരെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാണെന്നാണ് മനസ്സിലാകാത്തത്. ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായതല്ലേ, നിഷേധിത്തരം അല്ലാതെ എന്ത് പറയാനാ? എല്ലാവരും അത് കേട്ടു. പക്ഷെ ആരും പ്രതികരിച്ചില്ല. പല്ലവി വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോയി. കുറച്ചു നേരമെങ്കിലും കട തുറക്കാൻ, രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലണമെന്ന് അവൾ ബാലുവിനോട് പറഞ്ഞു. പല്ലവി പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ഗോപിദാസ് ബാലുവിനെ വിളിച്ചു. എടാ, എന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. ബാലു വീൽ ചെയർ തള്ളിക്കൊണ്ട് തിണ്ണയിലെത്തി. മാധവനും ഭാനുമതിയും അയാളെ ഒന്ന് നോക്കിയിട്ട് പൊയിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാനാണ് വന്നത്. അല്പം ഉറക്കെയായിരുന്നു ഗോപിദാസിൻ്റെ സംസാരം. അത് കേട്ട് തങ്കവും വാതിൽക്കൽ വന്നു. എന്താടാ? ഭാനുമതി അയാൾക്ക് നേരെ നീരസത്തോടെ തിരിഞ്ഞു. നിങ്ങളൊക്കെ മനുഷ്യരാണോ? അല്ല, മൃഗങ്ങൾ. ഭാനുമതി ചുണ്ടുപൊട്ടി. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഒരപേക്ഷയുണ്ട്. എൻ്റെ മോള് കഷ്ടപ്പെടുന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടിയാ. അതെങ്കിലും ഓർത്താൽ കൊള്ളാം. അതുകൊണ്ട് ഇനി അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അയ്യോടാ, നിൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തു അല്ലേ? ഭാനുമതിക്ക് പുച്ഛം. നൊന്തു? എല്ലാ മാതാപിതാക്കളും ഒരുപോലെയല്ലല്ലോ. ചിലരെ മക്കളെ പട്ടിയെ പോലെയേ കാണൂ. അത് നീ ഞങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്? ഭാനുമതിക്ക് ദേഷ്യമായി. ഭാഗ്യം, അത്രയെങ്കിലും മനസ്സിലായല്ലോ. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? വിളറിയ ഒരു ഭാവമായിരുന്നു മാധവൻ്റെ മുഖത്ത്. അപ്പോഴും അയാൾ മിണ്ടിയില്ല. ബാലു വീൽ ചെയർ തിരികെ ഉന്തിക്കൊണ്ടുപോയി. ഒരാഴ്ച കൊണ്ട് ആ ഭാഗത്തെ പാടത്തിൻ്റെ കൊയ്ത്ത് തീർന്നു. ഇനി എന്തു പണിയെടുക്കുമെന്നായിരുന്നു പല്ലവിയുടെ ആലോചന. എന്നാൽ നാൾക്കുനാൾ മൂകനാകുകയായിരുന്നു ഗോപിദാസ്. മകളുടെ കഷ്ടപ്പാട് അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് മാധവനും ഭാനുമതിയും ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ രാവിലെ പോയി. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഉച്ചവരെ കട തുറന്നു വെച്ചിട്ട് പല്ലവിയും വീട്ടിൽ മടങ്ങിയെത്തി. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം, ഗോപിദാസ് പറഞ്ഞു. വല്യച്ഛനും വല്യമ്മയും ഇല്ലാത്തതിനാലാണ് അയാൾ അങ്ങനെ പറയുന്നതെന്ന് പല്ലവിക്കറിയാം. എല്ലാവരും ഒന്നിച്ച് ഗോപിദാസിൻ്റെ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് തങ്കം നോക്കിയപ്പോൾ വാരിപ്പിടിച്ച ചോറുമായി അങ്ങനെ ഇരിക്കുകയാണ് ഗോപിദാസ്. എന്താ ഗോപിയേട്ടാ? അവരുടെ ചോദ്യം കേട്ട് ഞെട്ടിയുണരെപ്പോലെ ഗോപിദാസ് തിരിഞ്ഞു. ഒന്നുമില്ല. പതർച്ചയോടെ അയാൾ കഴിക്കാൻ തുടങ്ങി. 3 മണിയായപ്പോൾ ചിറയിലെ മറ്റു കുട്ടികൾ വന്ന് പന്ത് കളിക്കാൻ ബാലുവിനെ വിളിച്ചു. കൊയ്ത്ത് കഴിഞ്ഞതോടെ ഉണങ്ങിയ പാടത്ത് കുട്ടികൾ പന്ത് കളി ആരംഭിച്ചിരുന്നു. തങ്കം ചെറിയ ഉറക്കത്തിലാണ്. അത്താഴം നേരത്തെ ഒരുക്കിയാൽ കുറച്ചു നേരം കൂടി കടയിലിരിക്കാം. പല്ലവി അതിൻ്റെ പണി ആരംഭിച്ചു. ബാലുവേ, ഗോപിദാസ് വിളിച്ചു. എന്താച്ചാ? അവൻ അടുത്ത് ചെന്നു. നീ പന്ത് കളിക്കാൻ പോകുന്നില്ലേ? പോകണം. എങ്കിൽ എന്നെ വീടിൻ്റെ മുന്നിൽ കൊണ്ടിരുത്ത്. ഒത്തിരി നാളായി അവിടെ ഇരുന്നിട്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാം. ബാലു തിണ്ണയിലേക്ക് വീൽ ചെയർ തള്ളാൻ ഭാവിച്ചപ്പോൾ ഗോപിദാസ് തടഞ്ഞു. വേണ്ട, മുറ്റത്തുകൂടി പോകാം. റോഡിൻ്റെ അടുത്തിരിക്കാം. ബാലു വീൽ ചെയർ വീടിൻ്റെ പകുതി ഭാഗം വലം വെച്ച് ചിറയിലെ റോഡരികിൽ എത്തിച്ചു. അവിടുത്തെ തണലിൽ അത് വച്ചു. ഇനി നീ പോയി കളിച്ചിട്ട് വാ. സന്തോഷത്തോടെ ബാലു ഓടിപ്പോയി. കാറ്റിൽ ഓളങ്ങൾ ഇളകുന്ന പുത്തനാറിലേക്കും AC റോഡിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളിലേക്കും നോക്കി ഗോപിദാസ് ഇരുന്നു. ഭൂതകാല സംഭവങ്ങൾ അയാളുടെ മനസ്സിൻ്റെ ഭിത്തിയിൽ ചലച്ചിത്രം കണക്കെ തെളിഞ്ഞുകൊണ്ടിരുന്നു. പണ്ട് ഈ ആറിന് കുറുകെ അക്കരെ ഇക്കരെ നീന്തുമായിരുന്നു താൻ. ഈ സമയം ഒരു വലിയ മീൻ നദിയിൽ അടിച്ചു മറഞ്ഞു. സമയം കടന്നുപോയി. കടയിലേക്ക് പോകാൻ പല്ലവി പുറത്തിറങ്ങി. പെട്ടെന്ന് അവൾ നിന്നു. നെഞ്ചിൽ ഒരാന്തൽ. അച്ഛാ! അലർച്ച പോലെയായിരുന്നു ആ ശബ്ദം. പുത്തനാറിൻ്റെ കൽക്കെട്ടിനോട് ചേർന്ന് ശൂന്യമായ വീൽ ചെയർ. എന്തോ ഭാരമുള്ളത് പതിച്ചതുപോലെ നദിയിൽ ഓളങ്ങൾ. അച്ഛാ! വീണ്ടും അലറിക്കൊണ്ട് പല്ലവി വീൽ ചെയറിനടുത്ത് ഓടിയെത്തി. അവിടെ നദിയിൽ കുമിളകൾ ഉയർന്നു പൊട്ടുന്നു. ഒപ്പം കലക്കവും. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നദിയിലേക്ക് ഒറ്റ കുതിപ്പായിരുന്നു അവൾ. കഥ തുടരും.